ഇത് ആരാകും മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ വല്ലതും കാണും വണ്ടിക്കകത്ത്, പെട്ടെന്ന് അപ്രത്യക്ഷമാവാൻ വേണ്ടിയിട്ട്. സാവല്യം കോംപ്ലക്സിലെ ഓരോ കടയിലെ റെക്കോർഡ് നോക്കിയാൽ മതി. വണ്ടി ഇത് നടുക്കാണെന്നോ, വണ്ടി എന്താണെന്നോ, മാഡം കാണിച്ച എന്തൊക്കെ റോളാണെന്നോ, ഇതെല്ലാം അവിടെ ആ പരിസരത്തുള്ള ഏതെങ്കിലുമൊക്കെ ക്യാമറകളൊക്കെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും, അവരുടെ ഭാഗത്തുള്ള തെറ്റ് എന്താണെന്ന് മനസ്സിലാവും, എല്ലാം തിരിയും. അപ്പം അതും ഇങ്ങനെ നശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ പറയാണ്, അതും കിട്ടാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അത് അവരെ ഏരിയയാണ്, ഒരു മേയർ സ്ഥലത്തുള്ള ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ്. യൂണിവേഴ്സിറ്റി കോളേജ്, AKG സെൻറ്റർ, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചതുകൊണ്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ ചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും പറയുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇന്ന് ചെക്ക് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ആ മെമ്മറി കാർഡ് DVR ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നേരത്തെ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞു, മീഡിയാസിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു, ഇത് നേരത്തെ പറഞ്ഞു, ഇത് അപ്രത്യക്ഷമാവുമെന്നും ഇതില്ലാതാവുമെന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ടിയുടെ ഇതിൽ മാറ്റിയതായിരിക്കും. ഇത് ആദ്യം താങ്കൾ ഈ ബസ്സിൽ ഈ സംഭവം നടക്കുന്ന ദിവസം റെക്കോർഡിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അതിൽ കാണിച്ചിരുന്നത് ആ സ്ക്രീനില്ലേ, നമ്മളൊരു സ്ക്രീനുണ്ട്, ചെറിയൊരു സ്ക്രീനുണ്ട്, ഫോണിൻ്റെ പോലെ ഡ്രൈവറുടെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ റെക്കോർഡിംഗ് എന്നാണ് ബ്ലിങ്ക് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് 3 ക്യാമറയും വർക്കിംഗ് ആയിരുന്നു. അകത്തുള്ള ആൾക്കാരെ കാണാം, പുറത്ത് ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടിയെ കാണാം, ഫ്രണ്ടിൽ വണ്ടികളെ കാണാം. ഇത് കിട്ടിയിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമായേനെ. പക്ഷെ ഇപ്പൊ ആ മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഈ സംഭവം നടന്നു കഴിഞ്ഞ അന്ന്, അതായത് ബസ് കൊണ്ട് തിരിച്ച് ഡിപ്പോയിൽ ഇട്ടിട്ട് പോകുമ്പോഴും അതവിടെ ഉണ്ടായിരുന്നു, ഈ റെക്കോർഡിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ പിറ്റേ ദിവസം 10:30-ക്കാണല്ലോ ഇവിടുന്ന്, രാവിലെ രാത്രി 10:30-ക്ക് പിടിച്ച് പിറ്റേ ദിവസം രാവിലെ 10:30-ക്കാണ് വിടുന്നത്. അപ്പോൾ ആ സ്റ്റേഷന് ഇന്ന് ഇറങ്ങി ഞാൻ സ്റ്റാൻഡിൽ പോയിട്ട് ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴും റെക്കോർഡിംഗ് ആയിരുന്നു, ഓണായിരുന്നു. അത് ഓണായിട്ട് തന്നെ കിടന്നു. അപ്പം അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് ശേഷമാണ് ഇത് മാറ്റിയത് ആകാം അല്ലേ? ആയിരിക്കും. അതിന് ശേഷമായിരിക്കും. ഇതിന് ശേഷം ഇത്രയും വാർത്ത വന്ന് ബസ്സിൽ ക്യാമറ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴായിരിക്കും മാറ്റിയത്. ഇത് ആരാകും മാറ്റിയിട്ടുണ്ടാകുക എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ വല്ലതും കാണും വണ്ടിക്കകത്ത്, പെട്ടെന്ന് അപ്രത്യക്ഷമാവാൻ വേണ്ടിയിട്ട്. അത് കിട്ടിയിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള വാദങ്ങളൊക്കെ ശരിയാണ് എന്ന് തെളിവായിരുന്നു, അതുകൊണ്ട് മാറ്റിയതാകുള്ള വാദങ്ങൾ. അത് കിട്ടിയാൽ മാത്രമല്ലല്ലോ, ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അവർക്ക് ജയിക്കാം, അവർക്ക് എന്തെങ്കിലും ഞാൻ ചേഷ്ട കാണിച്ചിട്ടുണ്ടെന്നല്ലേ പറയണം, അതിൽ തെളിയുമായിരുന്നു. അവർക്ക് തെളിയിക്കേണ്ട ആവശ്യമാണ്, എനിക്കിങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമില്ല. അതിലുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിപ്പോ കാണാതായതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇത് തിരിച്ച് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന ആവശ്യവുമായി താങ്കൾ പോലീസിനെ സമീപിക്കും? അങ്ങനെ ഓൾറെഡി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് സമീപിച്ചപ്പോഴും ഞാൻ ഇന്ന കേസിലെ പ്രതിയാണെന്നാണ് പറയുന്നത്. ഞാൻ കേസ് കൊടുക്കാനാണ് പോണത്. കമ്മീഷൻ ഓഫീസിൽ കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന കേസിലെ പ്രതിയില്ലേ. ഞാൻ കൊടുക്കാൻ പോയ കേസിനെ കുറിച്ച് ചോദിക്കുകയെ അതിനെ കൊടുത്ത് തിരക്കുകയോ ചെയ്യാതെ ഞാൻ ഇന്ന കേസിലെ പ്രതിയല്ലേ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറായില്ല. റെസിപ്റ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞ് മൂത്ത് പോലും നോക്കാതെയാണ് സംസാരിച്ചത്. ഈ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ MLA സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി ആളുകളെ അടുത്ത് സംസാരിച്ചു എന്ന് പറയുന്നതൊക്കെ കിട്ടുമായിരുന്നു. അത് റെക്കോർഡിങ് ഇതല്ലെങ്കിലും ആ പയ്യൻ റെക്കോർഡ് ചെയ്തതിലുണ്ട്. സച്ചിൻ ദേവ് അകത്ത് കയറുന്നത്, മാഡം വെളിയെന്ന് നല്ല രീതിയിൽ അശ്ലീലം സംസാരിക്കുന്നത്, എൻ്റെ അടുത്താണ് അശ്ലീലം സംസാരിച്ചത്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിലുണ്ടായിരുന്നു. അവനെ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ച്, ട്രാഷിൽ നിന്നും ഡിലീറ്റ് ചെയ്യിപ്പിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയാണ് വിട്ടത്. ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകും മാറ്റിയിട്ടുണ്ടാകുന്നതാണ്? ഇതിന് ടെക്നീഷ്യന്റെ സഹായം വേണോ, സാധാരണ ഊരി മാറ്റാൻ പറ്റും? ഞാൻ വണ്ടി ഓട്ടിക്കാനും ബാക്കിയുള്ള ടെക്നിക്കൽ പരമായിട്ടൊന്നും അറിഞ്ഞൂടാ. വണ്ടി ഓട്ടിക്കുന്ന വണ്ടിയുടെ കാര്യങ്ങളെ എനിക്കറിയാവുള്ളൂ. മറ്റേ ഈ ടെക്നിക്കൽ പരമായിട്ടുള്ളൊന്നും അതൊന്നും എനിക്കറിയത്തില്ല. തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് എടുത്തിട്ടും ഉപയോഗമല്ല. എടുത്താലും അവരെ എടുത്തവരെന്തായാലും അത് കിട്ടാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്ത് എല്ലാം നാശക്കോട്ടയാക്കിയിട്ട് വെക്കുകയുള്ളൂ. അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടാക്കി. തീർച്ചയായിട്ടും ജിൽസി, ഞാൻ ചോദിക്കാം. ഇപ്പം നമ്മുടെ അവിടുന്ന് ആങ്കർ ചോദിക്കുകയായിരുന്നു, ഇത് സാധാരണമായി എടുത്ത് പരിശോധിച്ച് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നതാണോ? എപ്പോഴെങ്കിലും അങ്ങനെ ദൃശ്യങ്ങൾ മുമ്പുള്ളത് കണ്ടിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാൻ പറ്റൂല. ഒന്നീ CMDയുടെ അവിടെ നമ്മളൊരു റിക്വസ്റ്റ് എഴുതി കൊടുത്ത് നമുക്ക് ഇന്ന പരാതികളുണ്ട്, അത് റെക്കോർഡ് എടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഇത് വരും. അതായത് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഒരു വിവരാവകാശം കൊടുക്കൂലേ, അതേപോലെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പോയി തോന്നിയാസം പോലെ KSRTCയിലോ അങ്ങനെ എടുക്കാൻ പറ്റും. മാഡം കാണിച്ച പോലെ വണ്ടി തടയില്ലെന്ന്, അതൊന്നും നടക്കില്ല.
തീർച്ചയായും അദ്ദേഹം പറയുന്നത് ആ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളും MLA ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ അദ്ദേഹം ഈ യദു മേയർ പറയുന്ന കാര്യം നമുക്കറിയാം, അശ്ലീല ചേഷ്ട കാണിച്ചു എന്നാണ് മേയർ പറയുന്നത്. അതുപോലെ തന്നെ യദു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ MLA സച്ചിൻ ബസ്സിൽ കയറി ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് യദു പറയുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഈ ഒരു CCTV ദൃശ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിർണായകമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു CCTVയുടെ മെമ്മറി കാർഡാണ് കാണാതായിരിക്കുന്നത്.